ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെജ് ബിരിയാണിയാണ്. നോലുമ്പല്ലേ, നോലുമ്പ് കാലത്തിൽ നല്ല അടിപൊളി വെജ് ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജ് ബിരിയാണി സ്പെഷ്യൽ ഗ്രീൻ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വെജ് ബിരിയാണി ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ട്, കോക്കനട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. കോക്കനട്ട് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എൻ്റെ ചാനൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. രാജ്മ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? എൻ്റെ ചാനലുണ്ട്. അങ്ങനെ വെറൈറ്റി ബിരിയാണികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നോൽമ്പ് കാലമായ കാരണം ഇന്ന് വെജിറ്റബിൾ പച്ചക്കറി തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ചു പറഞ്ഞു, മമ്മി എനിക്ക് ബിരിയാണി കഴിക്കണം, പുലാവ് കഴിക്കണം. അപ്പോൾ ഞാൻ ഒരു ദിവസം തവ പുലാവിൻ്റെ ഞാൻ അപ്ലോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിട്ട് അങ്ങനെ ബിരിയാണി വേണം, ഒരു വെറൈറ്റി ബിരിയാണി. അപ്പോൾ ഗ്രീൻ കളർ ഇട്ടുള്ളൊരു ഗ്രീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ കണ്ടു നോക്ക്, അതിൻ്റെ റെസിപ്പി സിമ്പിളാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, സൂപ്പറാണ്. എല്ലാവരും കടകടേച്ചിട്ട് കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരും ഈ ബിരിയാണി ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം പറയും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എന്തായാലും പറയണേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഫാമിലി ഒന്ന് ചെറുങ്ങനെ വളരാൻ സഹായിക്കണേ. അപ്പോൾ എന്താ പറയുക, ഈ 2025 ഞാൻ എത്ര പറയണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഞാൻ ഇടുന്നത്. പണ്ടൊക്കെ ഞാൻ ക്രിസ്മസിൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വെജ് ബിരിയാണി കണ്ടിട്ട് നോക്കും. കുറേ വാചകം അടിച്ചിട്ട് കാര്യമില്ല, പാചകത്തിലാണ് കാര്യം. അപ്പോൾ പാചകത്തിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ, വരും. അപ്പോൾ ഗ്രീൻ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മസാല വേണം, അതുപോലെ തന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്, മുളക് പൊടി, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, കൈമ റൈസ് ഇവിടെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരികയാണ് നമ്മളെ ഗ്രീൻ വെജ് ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. ഇതിൽ മസാല ഉണ്ടാക്കണം. ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്തിരി തോനെ തന്നെ എടുത്തുള്ളൂ കേട്ടോ. അതെടുത്ത് ഭയങ്കര ടേസ്റ്റാണ്, കൂടി മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി കൂടി എടുത്തോളൂ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കണം. മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർക്കണം ഇതിലേക്ക്. എന്നിട്ട് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ ജീരല്ലി, നമ്മുടെ ആലു മീൻസ് ഉരുളൻകിഴങ്ങിൻ്റെ ഇല, പാലക് ഇതിൽ ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പച്ച കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 2 സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇട്ട് മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടണമെന്നുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ മൂത്തുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരാൻ വേണ്ടി പോവുകയാണ്. നല്ല ബ്രൗൺ കളറായണ വരെ മൂപ്പിച്ചെടുത്തിട്ട് വറുത്ത് കോരി മാറ്റും. ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്നാവാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സവാള റെഡിയായി കിട്ടും. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി
ഇതിൻ്റെ ഒരു പച്ചമണമുണ്ട്. നമ്മുടെ അരപ്പുണ്ടല്ലോ, ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള ഒരു തരം പച്ചമണമുണ്ട്. ആ പച്ചമണം മാറാൻ വേണ്ടി ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ ഈ പച്ച കളറ് മാറിയിട്ട് വേറൊരു തരം കളറ് വരും. അതുവരെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്ത് ഒരു 3 പച്ചമുളക് കീറാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ ഉള്ള മുളക് പൊടിയാണ്, അപ്പോൾ ഞാൻ 1 സ്പൂണ് ആണ് ഇട്ടുള്ളത്. ഇതിൻ്റെ ആ ചെറിയ സ്പൂണിലുള്ള ഒരു നല്ലൊരു ടേബിൾ സ്പൂൺ ഇട്ടുള്ള ഒരു മുളക് പൊടിയും എരിവുള്ളത് ആണ് ചേർത്തിട്ടുള്ളത്. വേറെ എരിവിന് ഇതൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ബിരിയാണി മസാല 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി മസാല ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് ഈ മസാലയുടെ പച്ച മണം മാറണ വരെ തന്നെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൈര് കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി കാര്യങ്ങളൊക്കെ ഇടാൻ പോകണം. അപ്പോൾ നന്നായിട്ട് ഈ മിക്സിൽ നമ്മുടെ തൈര് ഒന്ന് റെഡിയായി കിട്ടട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് കൈമ റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ഈ മസാലയുടെ ഒപ്പം ഒന്ന് നമ്മുടെ റൈസും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി അരിഞ്ഞ് വെച്ചിട്ട് കുറച്ചെടുത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പും പുതിന മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഡ്രൈ പോലെ ആയില്ലേ, തുള്ളി വെള്ളമില്ലല്ലോ ഇതിന് മേലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ല വെള്ളം ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം, നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മസാലയും നമ്മുടെ അരിയും വെള്ളവും എല്ലാം കിടന്നൊന്നിങ്ങനെ പരുവായിട്ട് തിള വന്ന് ഒരു 95% നമ്മുടെ അരി വെന്ത് കഴിഞ്ഞ് വെള്ളം ഫുള്ളും വറ്റിയിരിക്കുക. ആ സമയത്ത് അങ്ങനെ ബബിളൊക്കെ ആയിട്ട് നമ്മൾ വറ്റണൊരു പരിപാടി. ആ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ അടുപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കുക. അതിന് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് നന്നായി വെന്ത് നല്ല അടിപൊളി പരിവായി നമ്മുടെ ഗ്രീൻ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നോ എന്തൊരു മണമാണെന്ന്, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗ്രീൻ വെജ് ബിരിയാണി ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. അത്ര ടേസ്റ്റി വെജ് ബിരിയാണിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ലഞ്ച്